തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിൽ വന്ന ഒരു പുതിയ തമിഴ് ഡ്രാമ ത്രില്ലർ പടമാണ് ലോക്ക്ഡൌൺ. ARGV ആണ് ഇതിന്റെ രചനയും സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അനുപമ പരമേശ്വരൻ, പ്രിയ വെങ്കട്ട്, ചാർലി തുടങ്ങിയവർ അഭിനയിച്ച ഈ തമിഴ് സിനിമയെ കുറിച്ചാണ് ഇന്ന്. ലോക്ക്ഡൌൺ ആവുന്നതിന് തൊട്ട് മുമ്പ് അനിത എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില അപ്രതീക്ഷിത സംഭവങ്ങളാണ് ലോക്ക്ഡൌൺ എന്ന ഈ സിനിമ പറയുന്നത്. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഇതിന്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ മേക്കിംഗ് കൊണ്ട് ആവറേജ് ആയിട്ട് പോയ നല്ലൊരു പ്ലോട്ട് ഉണ്ടായിരുന്ന സിനിമയായിട്ടാണ് ലോക്ക്ഡൌൺ എന്ന പടം എനിക്ക് തോന്നിയത്. പടം എൻഗേജിംഗ് ആണ്, കുറച്ച് ഇന്റൻസ് ആയ ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ പടത്തിലുണ്ട്. അങ്ങനെ ബോർ അടിപ്പിക്കുന്നൊന്നുമില്ല. കുറച്ച് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഓവറായിട്ട് നിങ്ങളെ മുഷിപ്പിക്കുകയുമില്ല. സിനിമ തീരും വരെ ഒരു ചെറിയ ടെൻഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്റൻസ് ആയിട്ടുള്ള കഥ പറച്ചിലാണെന്ന് പറയാം. കേന്ദ്ര കഥാപാത്രത്തോട് നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടമുണ്ട്, ചെറിയ രീതിയിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് കഥയോടും കഥാപാത്രങ്ങളോടും തോന്നുന്നുണ്ട്. അനുപമയുടെ ശക്തമായ പെർഫോമൻസ് തന്നെയാണ് പടത്തിന്റെ മെയിൻ പോസിറ്റീവ്. സിനിമ മൊത്തമായും അനുപമ തോളിലേറ്റിയെന്ന് തന്നെ പറയാം. ഇമോഷണൽ പോർഷൻസ് ഒക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. വളരെ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കൂട്ടുകാരിയായിട്ട് വന്ന പ്രിയ വെങ്കടിന്റെ പ്രകടനവും എടുത്തു തന്നെ പറയണം. നല്ലൊരു കഥാപാത്രമാണ്. ഇങ്ങനെയുള്ള ഒരു ഫ്രണ്ടിനെ കിട്ടുന്ന തന്നെ ഭാഗ്യമെന്ന് തന്നെ നമുക്ക് തോന്നും. ചാർലി, നിരോഷ, ലിവിങ്സ്റ്റൺ, ജോർജ് മെരിയൻ തുടങ്ങിയ സപ്പോർട്ടിംഗ് കാസ്റ്റിലുള്ളവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. കെ ശക്തിവേലാണ് ഇതിന്റെ ക്യാമറ. VJ സാബു ജോസഫ് ആണ് എഡിറ്റിംഗ്. അനാവശ്യമായിട്ടുള്ള ഒരുപാട് സീനുകൾ, ടെംപ്ലേറ്റ്, ക്ലീഷ ഐറ്റംസ് ഒക്കെ പടത്തിൽ കുത്തിക്കയറ്റിയിട്ടുണ്ട്. NR രഘുനന്ദനും സിദ്ധാർത്ഥ് വിപിനും ചേർന്നാണ് ഇതിന്റെ മ്യൂസിക് നിർവഹിച്ചിട്ടുള്ളത്. പാട്ടുകൾ ഓവറായിട്ട് തന്നെ അനുഭവപ്പെട്ടു. സോ ടെക്നിക്കൽ സൈഡിൽ ഒരു ജസ്റ്റ് ഓക്കെ ഫീൽ ആയിട്ട് തോന്നിയുള്ളൂ. ഇനി നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥയായിരുന്നെങ്കിലും ഒരുപാട് സിനിമാറ്റിക് ആയിട്ടുള്ള ക്ലീഷ ഐറ്റംസ്, ആവർത്തന വിരസത തോന്നുന്ന കുറെ രംഗങ്ങളൊക്കെ പടത്തിൽ ചേർത്ത് അതിന്റെ മേക്കിംഗ് കുളമാക്കിയതാണ് പടത്തിന്റെ പോരായ്മയായിട്ട് തോന്നിയത്. അനാവശ്യമായിട്ടുള്ള പാട്ടുകൾ, അതും ഒരു രസവുമില്ലാത്ത ബോറം പാട്ടുകളൊക്കെയാണ് പടത്തിലുള്ളത്. പിന്നെ പലപ്പോഴും തോന്നി ഇത്രയും അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് എന്ത് വന്നാലും അങ്ങ് വീട്ടുകാരോട് പറഞ്ഞിരുന്നെങ്കിൽ എന്ന്. പിന്നെ യഥാർത്ഥ സംഭവമൊക്കെ ആണെങ്കിലും ഞാൻ വല്ലതായിരുന്നെങ്കിൽ ഫസ്റ്റിൽ ഇതില് മീര എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അവളുടെ കുത്തിന് പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിട്ടേ ബാക്കി കാര്യം ചെയ്യുള്ളായിരുന്നു. ക്ലൈമാക്സിലെ മെസ്സേജ് ഒക്കെ അതുവരെ പറഞ്ഞ കഥയ്ക്ക് വിരുദ്ധമായിട്ടാണ് എനിക്ക് തോന്നിയത്. പേരൻസിന് പകരം വെക്കാനായിട്ട് വേറെ കാര്യമില്ല, അതൊക്കെ ഓക്കെ. പക്ഷേ ഇതിലെ പേരൻസിനെ കംപ്ലീറ്റ്ലി എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നിയില്ല. നൈറ്റ് ഡ്യൂട്ടിക്ക് പോകരുത്, ആ ജോലിക്ക് പോകരുത്, അത് ചെയ്യരുത്, അവരോട് മിണ്ടരുത്, ഇത് ചെയ്യരുത് എന്നൊക്കെ ഫുൾ കണ്ടീഷൻസ് വെച്ച്, റെസ്ട്രിക്ഷൻസ് വെച്ച് വളർത്തി തുറന്ന് സംസാരിക്കാൻ മേലാത്ത ഒരു അവസ്ഥയിലാക്കി വളർത്തി വെച്ചത് ഇതിലെ പേരൻസ് തന്നെയാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ബന്ധമായിരുന്നെങ്കിൽ എല്ലാം തുറന്ന് സംസാരിക്കാനുള്ള ഒരു അന്തരീക്ഷം കൂടി ഉണ്ടാക്കി വെക്കണമായിരുന്നു. അതിന് കുട്ടികൾ ഭയക്കുന്നുണ്ടെങ്കിൽ ഇതിൽ പേരൻസിനും വലിയ പങ്കുണ്ടെന്ന് തന്നെയാണ് അർത്ഥം. ഇതിൽ ലാസ്റ്റ് ഇപ്പോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ തോന്നിയിട്ട് അപ്പൊ കുത്തിത്തിരി വെച്ച ഒരു മെസ്സേജ് പോലെയാണ് തോന്നിയത്. മൊത്തത്തിൽ നല്ലൊരു പ്രമേയമായിരുന്നു, പക്ഷെ മേക്കിംഗ് പാളി. അത് ബെറ്റർ ആക്കുമായിരുന്നെങ്കിൽ പടം കുറച്ചുകൂടി മികച്ചതായനെ. സോ ഒരു ആവറേജ് അനുഭവമായിട്ടാണ് ലോക്ക്ഡൌൺ ഫീൽ ചെയ്തത്. എങ്കിലും നല്ല പെർഫോമൻസ്, ബേസിക് പ്ലോട്ടിന്റെ ഒരു പ്രസക്തിയൊക്കെ കൊണ്ട് ഒരു തവണ കണ്ടിരിക്കാവുന്ന ഒരു പടമായിട്ട് തോന്നി. ഈ പടം ആമസോൺ പ്രൈം വീഡിയോയിൽ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും. 1 മണിക്കൂർ 47 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. സിനിമയുടെ ഒരു പ്രമേയം കൊണ്ട് 18+ അല്ല, ഒരു 16+ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി, എന്നാൽ